ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്ലീഹാകാലം ഞായറാഴ്ചത്തെ നമ്മുടെ സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളാണല്ലോ. 6-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ സമതല പ്രഭാഷണം എന്നാണ് അറിയപ്പെടുന്നത്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലെ മലയിലെ പ്രസംഗത്തിന് സമാന്തരമായി ലൂക്കായുടെ സുവിശേഷത്തിൽ അവിടെ പ്രതിപാദിക്കുന്ന മുഖ്യ പ്രമേയങ്ങളെല്ലാം ലൂക്കായും രേഖപ്പെടുത്തുന്നുണ്ട്. അത് സമതല പ്രഭാഷണമായിട്ടാണ്. ഈശോ മത്തായിയിൽ മലമുകളിൽ നിന്നാണെങ്കിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന് ശേഷം 12 സ്ലീഹന്മാരെ നിയമിച്ചതിന് ശേഷം മലമുകളിൽ നിന്ന് താഴ്വാരത്തേക്ക് ഇറങ്ങി വന്ന് സമതലത്തിൽ നിന്നുകൊണ്ട് ഈശോ ശിഷ്യന്മാർക്ക് നൽകുന്ന നിർദ്ദേശമായിട്ട് അവരോട് സംസാരിക്കുന്ന രീതിയിൽ അവർക്കുള്ള മാർഗദർശനമായിട്ടാണ് ലൂക്ക ഈ ഭാഗം അവതരിപ്പിക്കുന്നത്. ശത്രു സ്നേഹത്തെക്കുറിച്ചുള്ള ഈശോയുടെ പ്രഭാഷണമാണല്ലോ നമ്മളിവിടെ കാണുന്നത്. സ്വർഗീയ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ എപ്രകാരമാണ് ഈശോ തിരഞ്ഞെടുക്കുന്ന അവിടുത്തെ ശിഷ്യന്മാരും സ്ലീഹന്മാരും അവിടുന്ന് വിശ്വസിക്കുന്നവരും കരുണയുള്ളവരായിരിക്കേണ്ടത് എന്ന് കാണിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം ഈശോ അരുളി ചെയ്യുന്നത്. 12 സ്ലീഹന്മാരെ തിരഞ്ഞെടുത്ത് അത് രാത്രി മുഴുവനും പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ ചെലവഴിച്ച് ആ പ്രാർത്ഥനയുടെ പിതാവുമായുള്ള ആലോചനയുടെ ഫലമായി 12 പേരെ തൻ്റെ സ്ലീഹന്മാരായി തൻ്റെ സുവിശേഷവുമായിട്ട് അയക്കുവാനുള്ളവരായിട്ട് നിയമിച്ചതിന് ശേഷം അവർക്ക് നൽകുന്ന പ്രഭാഷണമാണല്ലോ ഇത്. ഈ 12 പേരെ അയക്കുന്നതും തിരഞ്ഞെടുക്കുന്നതും പഴയ നിയമത്തിലെ 12 ഗോത്രങ്ങൾക്ക് സമാനമായിട്ടാണ്. ഇസ്രായേൽ ജനത ഈ 12 ഗോത്രങ്ങളിൽ നിന്ന്, യാക്കോബിൻ്റെ 12 മക്കളാണല്ലോ 12 ഗോത്രങ്ങളായി തീർന്നത്. ഈ 12 ഗോത്രങ്ങളാണ് പിന്നീട് പഴയ നിയമത്തിലെ ദൈവജനമായി തീർന്നത്. പുതിയ നിയമത്തിലെ ദൈവജനമായ തിരുസഭയ്ക്ക് അടിസ്ഥാനമായി നിൽക്കേണ്ട, അടിത്തറയായി നിൽക്കേണ്ട ഈ 12 സ്ലീഹന്മാരെയും 12 ഗോത്രങ്ങളും ഗോത്രപിതാക്കന്മാരുടെയും തുടർച്ചയായിട്ടും പൂർത്തീകരണമായും കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ആദ്യത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൽ നിന്നുള്ള ഭാഗത്ത് ജെറീക്കോ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അവിടെ ഈ പട്ടണത്തിൻ്റെ സ്ഥിതിഗതികൾ അറിയുവാനും ഏത് വഴിയിലൂടെയാണ് മുൻപോട്ട് പോകേണ്ടത്, ഏത് കവാടത്തിലൂടെയാണ് പ്രവേശിക്കേണ്ടതെന്നെല്ലാം കണ്ടുപിടിക്കുവാനും വേണ്ടി 12 പേരെ മുൻകൂട്ടി അയക്കുന്ന രംഗം നമ്മൾ നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് ആദ്യത്തെ ഭാഗത്ത് വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ 12 പേരുടെ കടമ ഇതിലെയാണ് ഏത് വഴിക്കാണ് നീങ്ങേണ്ടത്, ഏത് പട്ടണത്തിലേക്കാണ് ആദ്യം പ്രവേശിക്കേണ്ടത് എന്ന് കണ്ടുപിടിച്ച് നൽകുക എന്നുള്ളതായിരുന്നു. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ 12 സ്ലീഹന്മാർ പുതിയ നിയമത്തിലും ചെയ്യുന്നത്. ഏത് വഴിക്കാണ് നമ്മൾ നീങ്ങേണ്ടത്, ഏത് വഴിക്കാണ്, ഏത് പട്ടണത്തിലേക്കാണ് പ്രവേശിക്കേണ്ടതെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. അത് 12 സ്ലീഹന്മാർ നമുക്ക് ആ പാഠം പകർന്നു നൽകിയത് ഈശോ തന്നെ നൽകിയിരുന്ന പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഈശോ പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുവാനാണ്. ശത്രുക്കളെ സ്നേഹിക്കുക, അവർക്ക് നന്മ ചെയ്യുക, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ചോദിക്കുന്നവന് കൊടുക്കുക, മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി കൊടുത്തേക്കുക. ഇങ്ങനെ ഉള്ള, അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നമുക്ക് എന്ത് പ്രതിഫലത്തിനാണ് അർഹതയുള്ളത്, എന്ത് മേന്മയാണുള്ളത്, അത് പാപികളും ചുങ്കക്കാരും അങ്ങനെ ചെയ്യുന്നില്ലേ, വിജാതീയർ പോലും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് പിതാവായ ദൈവം കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നമ്മളും കരുണയുള്ളവരായിരിക്കണം. ഈശോ തന്നെയാണ് ഈ മാതൃക. പിതാവിൻ്റെ കരുണയുടെ മനുഷ്യാവതാരമായി മാനുഷിക രൂപമായിട്ട് നമ്മുടെ ഇടയിൽ അവതരിച്ച ഈശോ തന്നെയാണ് ഈ കാരുണ്യത്തിൻ്റെ മൂർത്തിഭാവമായിരുന്നത്. അതുകൊണ്ട് പിതാവായ ദൈവം കരുണയുള്ളവനായിരിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ ഈ മനുഷ്യനായി അവതരിച്ച ഈശോ മിശിഹായിൽ നമ്മോട്, മനുഷ്യവർഗത്തോട് ദൈവം കാണിച്ച ആ കാരുണ്യം നമ്മളും നമ്മുടെ ജീവിതത്തിൽ ശിഷ്യരെന്നുള്ള നിലയിൽ പ്രതിഫലിപ്പിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34 എന്നുള്ള വാക്യം നമ്മൾ കാണുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കുവിൻ. അതാണ് പുതിയ നിയമം, അതാണ് പുതിയ മാനം, അതാണ് സ്നേഹത്തിൻ്റെ പ്രമാണത്തിൻ്റെ ഒരു മാനദണ്ഡം കൂടി അവിടുന്ന് മുൻപോട്ട് വെച്ചു, മാതൃക കൂടി മുൻപോട്ട് വെച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും തന്നെ പീഡിപ്പിച്ചവരെ അനുഗ്രഹിച്ചുകൊണ്ടുമെല്ലാമാണ് അവിടുന്ന് മുൻപോട്ട് പോയത്. അവിടുന്ന് കുരിശിൽ കിടക്കുമ്പോഴും തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി, ക്രൂശിലേറ്റിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണല്ലോ ചെയ്തത്. ഞാൻ സ്നേഹിച്ചതുപോലെ അങ്ങേയറ്റം വരെ മാക്സിമം സ്നേഹിക്കുവാനാണ്. അതാണ് കരുണ, അതാണ് സ്വർഗീയ പിതാവിൻ്റെ കരുണ, അതാണ് ഈശോ പ്രകടമാക്കിയ കരുണയാണ്. ഇത് കാണിക്കുവാനാണ്, ഇത് പ്രകടിപ്പിക്കുവാനാണ് ഈശോ ശിഷ്യന്മാരോട് നിർദ്ദേശിച്ചത്. ആ സ്ലീഹന്മാർ, ഈശോ അയച്ച സ്ലീഹന്മാർ, നമുക്ക് വിശ്വാസവും സുവിശേഷം എത്തിച്ചു തന്നവർ നമുക്ക് പകർന്നു നൽകിയതും സുവിശേഷത്തിൻ്റെ ഈ പ്രായോഗിക മാനം തന്നെയാണ്.
ഇതില്ല എങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്നല്ല, നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും ഒന്നും സ്വീകാര്യമാവുകയില്ല. സ്നേഹത്തിൻ്റെ ഈ ഒരു ജീവിതം കൂടി ഉണ്ടാകുമ്പോൾ മാത്രമേ അത് അർത്ഥപൂർണ്ണമാവുകയുള്ളൂ, ദൈവത്തിൻ്റെ തിരുമുൻപിൽ സ്വീകാര്യമാവുകയുള്ളൂ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് പഴയ നിയമത്തിലെ 2-ാമത്തെ വായന, ഏശയ്യാ നബിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. 1-ാം അധ്യായത്തിലെ 10 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉപവാസം എനിക്ക് ഇഷ്ടമില്ല, ഞാനത് വെറുക്കുന്നു. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ മുഖം തിരിച്ചു കളയും. അനീതിയിലാണ് ജീവിക്കുന്നത് എങ്കിൽ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രവാചകനിലൂടെ ദൈവം അരുൾ ചെയ്യുകയാണ്: നിങ്ങൾ നിങ്ങളെ തന്നെ കഴുകി ശുദ്ധിയുള്ളവരാകുവിൻ, ദുഷ്കർമ്മങ്ങൾ നീക്കിക്കളയുവിൻ, അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ, നന്മ പ്രവർത്തിക്കുവിൻ, അനീതി അവസാനിപ്പിക്കുവിൻ, അനാഥരോടും വിധവകളോടും വിജാതീയരോടുമൊക്കെ നീതിയോടെ പ്രവർത്തിക്കുവിൻ, വിധവകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി വാദിക്കുവിൻ എന്നെല്ലാം പറയുമ്പോൾ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടിരുന്നവർ, പാർശ്വവൽക്കപ്പെട്ടിരുന്നവരോട് ഉണ്ടാകേണ്ട കരുണയെക്കുറിച്ചാണല്ലോ നിബിയായിലൂടെ, ഏശയ്യാ നിബിയായിലൂടെ അന്ന് ഇസ്രായേൽ ജനതയെയും ഇന്ന് നമ്മെയും ദൈവം ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ സുവിശേഷത്തിൻ്റെ പ്രായോഗിക മാനം അതാണ്. സുവിശേഷം ഈശോ മനുഷ്യനായി അവതരിച്ച് നമ്മുടെ രക്ഷ സാധിച്ചു, അവിടെ നിന്നാണ് രക്ഷ എന്നുള്ള ആ സത്യ സുവിശേഷത്തിൻ്റെ പ്രായോഗിക മാനം അത് ശത്രു സ്നേഹത്തിലാണ് പ്രകടമാക്കേണ്ടത് എന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. ഈ സുവിശേഷ പ്രസംഗത്തിൽ ഈശോ അയച്ച സ്ലീഹന്മാർ എപ്രകാരമാണ് സുവിശേഷം പ്രഘോഷിച്ചത് എന്നും അതിൽ അവർ ഏത് മനോഭാവത്തോടെയാണ് മുൻപോട്ട് പോയതെന്നുമെല്ലാമാണ് പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതുന്ന 1-ാം ലേഖനം 9-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നത്. അവിടെ ആദ്യം മെതിക്കുന്ന കാളയുടെ വായ് പൂട്ടരുത് എന്നുള്ള വചനം നിയമാവർത്തന പുസ്തകം 25-ാം അധ്യായം 4-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് അയക്കപ്പെട്ടിരിക്കുന്ന സ്ലീഹന്മാർക്ക് ഈ സുവിശേഷ വേല കൊണ്ട് തന്നെ ജീവിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് സ്ഥാപിച്ചതിന് ശേഷം പൗലോസ് പറയുകയാണ്: എങ്കിലും ഈ അവകാശങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം സുവിശേഷ പ്രഘോഷണത്തിന് ഒരു തടസ്സവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി, ഒരു പ്രതിബന്ധവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഞാൻ എല്ലാം സഹിക്കുന്നുവെന്നാണ് ശ്ലീഹ 9-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ മിശിഹായുടെ സുവിശേഷത്തിന് യാതൊരു തടസ്സവും ഉണ്ടാകരുത്. അതിനുവേണ്ടി തനിക്ക് ഉപയോഗിക്കാമായിരുന്ന, ലഭ്യമായിരുന്ന, അനുവദനീയമായിരിക്കുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും പോലും താൻ വേണ്ടെന്ന് വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് എപ്രകാരമാണ് ഈ സുവിശേഷ സന്ദേശം ജനങ്ങളിൽ എത്തിച്ചതെന്ന് ശ്ലീഹ പറയുന്നുണ്ട്. 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ബലഹീനരോട് പ്രസംഗിക്കുമ്പോൾ അവരെ പോലെയായി, ഇല്ലാത്തവരോട് പ്രസംഗിക്കുമ്പോൾ അവരെ പോലെയായി എന്ന് പറയുമ്പോൾ ആ വ്യത്യസ്തമായ സാഹചര്യങ്ങളോട് അനുരൂപപ്പെടുന്ന ശ്ലീഹായെയാണ് കാണുന്നത്. പക്ഷേ ഈ സാഹചര്യങ്ങളുമായിട്ട് അനുരൂപപ്പെടുമ്പോൾ ശ്ലീഹായെ നയിച്ചിരുന്ന മുഖ്യ പ്രമാണം എന്തായിരുന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് ശ്ലീഹ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ നിയമത്തിന്, മിശിഹായുടെ നിയമത്തിന് അധീനനായി മാത്രമേ ഞാനിത് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായ ഭാഷയിൽ ശ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നും സാംസ്കാരിക അനുരൂപണത്തിന് വേണ്ടി, സാഹചര്യങ്ങളോടുള്ള അനുരൂപപ്പെടലിന് വേണ്ടിയെല്ലാം വാദിക്കുമ്പോഴും നമ്മൾ വിസ്മരിക്കരുതാത്ത കാര്യം ഇതാണ്: ദൈവത്തിൻ്റെ നിയമത്തിന്, മിശിഹായുടെ നിയമത്തിന്, മിശിഹ ഏകരക്ഷകനാണ് എന്നുള്ള ആ സത്യത്തിന്, സ്വർഗപിതാവ് ആണ് നമ്മുടെ എല്ലാവരുടെയും പിതാവ് എന്നുള്ള ആ സത്യത്തിന്, ആ സുവിശേഷത്തിന് വിരുദ്ധമായിട്ടൊന്നും പ്രവർത്തിക്കാൻ പാടില്ല. ആ നിയമത്തിന് വിധേയരായിക്കൊണ്ട് വേണം, അതിന് ആ പരിധിയിൽ നിന്നുകൊണ്ട് അനുവദനീയമായ അനുരൂപണങ്ങളെ സാധ്യമാവുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ശ്ലീഹയുടെ മാതൃക. ശ്ലീഹ അവസാന ഭാഗത്ത് പറയുന്നത് 24 മുതൽ 27 വരെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, ഈശോ ശത്രു സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവുകയുള്ളൂ. സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ പ്രതിഫലം ഉണ്ടാകണമെങ്കിൽ മിശിഹ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ തയ്യാറാകണം. ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. ചോദിക്കുന്നവർക്ക് കൊടുക്കണം, എല്ലാവരോടും ക്ഷമിക്കണം. ശത്രു സ്നേഹം അതാണല്ലോ ഈശോയുടെ ശത്രുക്കളെ സ്നേഹിക്കാനുള്ള പ്രമാണമാണ്. അങ്ങനെ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ സ്വർഗീയ പിതാവിൻ്റെ സമ്മാനത്തിനായിട്ട് നമ്മൾ അർഹരാവുകയുള്ളൂ, പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണല്ലോ ശ്ലീഹ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ, അവർക്ക് നന്മ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രതിഫലം വലുതായിരിക്കുമെന്ന് പറഞ്ഞു. ഈ പ്രതിഫലത്തെക്കുറിച്ചാണ് പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ അവസാന ഭാഗത്ത് 27 മുതലുള്ള വാക്യങ്ങൾ, 24 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്: ഞാൻ സമ്മാനം മുമ്പിൽ കണ്ടുകൊണ്ട് ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നവനെ പോലെ ഞാനും ഓടുകയാണ്.
അപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനം ലഭിക്കുകയില്ല. മുൻപിലെത്തുന്നവർക്കാണ്, ആദ്യം എത്തുന്നവർക്കാണ്. അപ്പോൾ ആ സമ്മാനം ലഭിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞാൻ ഓടുകയാണ് എന്നാണ് ശ്ലീഹ പറയുന്നത്. നമ്മളെല്ലാവരും ഈ ഓട്ടത്തിലാണ്, സമ്മാനത്തിന് വേണ്ടി, ഈ പ്രതിഫലത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ അവിടെ മത്സരിക്കുന്നവർക്ക്, മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ആത്മനിയന്ത്രണം ആവശ്യമാണ്. ഒരു ഡിസിപ്ലിൻ ആവശ്യമുണ്ട്. ഈ ഡിസിപ്ലിന് വേണ്ടി ഈ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഞാൻ എൻ്റെ ശരീരത്തെ തന്നെ മെരുക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവരോട് പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ സുവിശേഷം പ്രഘോഷിക്കുന്നവൻ സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയിട്ട് വേണം സുവിശേഷം പ്രഘോഷിക്കുവാൻ. പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കണമെന്ന് ശ്ലീഹ സ്വന്തം മാതൃകയിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയുമാണ്. അപ്പോൾ ശ്ലീഹ കാലത്തിൽ ഈ 4 വായനകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സുവിശേഷമാണ് ഈശോ പ്രഘോഷിക്കുവാനായിട്ട് സ്ലീഹന്മാരെ ഏൽപ്പിച്ചത്. അവരത് പ്രഘോഷിച്ചപ്പോൾ അവർക്കുണ്ടായിരിക്കേണ്ട മനോഭാവം, അടിസ്ഥാന മനോഭാവം ഈ സ്നേഹത്തിൻ്റെതാണ്. ആ സ്നേഹത്തിൻ്റെ പുതിയ മാനമെന്ന് പറയുന്നത് ശത്രുക്കളെ പോലെ സ്നേഹിക്കുവാനുള്ള, അവർക്ക് നന്മ ചെയ്യുവാനുള്ള, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാനുള്ള, പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുവാനുള്ള ആ ഒരു മനോഭാവം, ഈശോയ്ക്കുണ്ടായിരുന്ന മനോഭാവം നമുക്കും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മൾ സ്വർഗീയ പിതാവിൻ്റെ മക്കളാവുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ 6-ാം അധ്യായം 36-ാം വാക്യത്തിൽ ഈശോ പറയുന്നത്, ലൂക്കായുടെ സുവിശേഷത്തിൽ, നിങ്ങൾ സ്വർഗീയ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നു. അപ്പോൾ നമ്മൾ കരുണ കാണിക്കുമ്പോൾ നമ്മൾ സ്വർഗീയ പിതാവിനെ പോലെ ആവുകയാണ്. ഈ കാരുണ്യത്തിൻ്റെ മുഖം നമുക്കും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ മുഖം പ്രതിഫലിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നുള്ള സത്യം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കുന്നത് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വായനകൾ നമ്മെ നയിക്കുന്നത് ഈശോയുടെ മനോഭാവം നമുക്കുണ്ടാകുവാനാണ്. നമ്മെ ദ്വേഷിക്കുന്നവർക്കും നമ്മെ ഉപദ്രവിക്കുന്നവർക്കും നമ്മെക്കുറിച്ച് പരദൂഷണം പറയുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോട് ക്ഷമിക്കുവാനുമുള്ള ഈശോയുടെ ആ മനോഭാവം, അപ്പോൾ നമ്മുടെ പ്രതിഫലം വലുതായിരിക്കും. ആ പ്രതിഫലം മുൻപിൽ കണ്ടുകൊണ്ട് ആ കിരീടത്തിന് വേണ്ടി, നിത്യജീവൻ്റെ കിരീടത്തിന് വേണ്ടി അതിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനുമുള്ള ആ ഒരു വലിയ ആഹ്വാനമാണ് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ നമുക്ക് നൽകുന്നത്. നമ്മുടെ ഈ വിശ്വാസ തീർത്ഥാടനം, ഈ സ്ലീഹാകാലത്ത് സ്ലീഹന്മാരിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ ആ സുവിശേഷം, അത് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാൻ, പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ, ഞാനത് പ്രഘോഷിക്കുന്നെങ്കിൽ എനിക്ക് അഭിമാനിക്കാനൊന്നുമില്ല, പ്രസംഗിക്കുന്നില്ലെങ്കിൽ, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നാണ് ശ്ലീഹ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കും സുവിശേഷം പ്രഘോഷിക്കേണ്ടതുണ്ട്. നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ ജീവിത മനോഭാവങ്ങളിലൂടെ നമുക്ക് സുവിശേഷത്തിൻ്റെ പ്രഘോഷകരായി മാറാം. ഈശോ മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ.